എഹിയാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു അടിപൊളി ചിക്കൻ ഫ്രൈയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഒരു തുള്ളി എണ്ണ പോലും ചേർക്കാതെയാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഈ ചിക്കൻ ഫ്രൈ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു 1/2 കിലോ ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ നമ്മുടെ വറ്റൽമുളക് ഒന്ന് പൊടിച്ചെടുത്തതാണ് മിക്സിയിൽ, അതും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ ഗരം മസാല, 1.5 ടേബിൾ സ്പൂൺ നാരങ്ങാനീര്, ഒരു 1.5 ടേബിൾ സ്പൂൺ കണക്കിന് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, രണ്ടും കൂടെ ഒരേ അളവിന് ചതച്ചെടുത്തതാണ്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ അരപ്പൊക്കെ നല്ലതുപോലെ ചിക്കനിലെത്തണം. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഇതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 2 മണിക്കൂർ ഇതൊന്ന് മാറ്റി വയ്ക്കുകയാണ്. ഇനി ഇതുപോലൊരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ അരപ്പ് പുരട്ടി വെച്ചിട്ടുള്ള ചിക്കൻ പീസുകളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 1.5 കപ്പ് അളവിന് തേങ്ങാപ്പാലാണ് എടുത്തിട്ടുള്ളത്. നല്ല കട്ടി തേങ്ങാപ്പാൽ തന്നെ എടുക്കാൻ നോക്കണം. അപ്പോൾ അത് നമ്മളുടെ ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ എണ്ണയ്ക്ക് പകരം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് തേങ്ങാപ്പാലാണ്. അപ്പോൾ ഇനി ഞാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. നല്ലൊരു തീയിൽ തന്നെ നമുക്കിത് വേവിച്ചെടുക്കണം. നമ്മൾ വെള്ളമൊക്കെ വറ്റി വരുന്നത് വരെ നല്ല തീയിൽ തന്നെ ഇട്ടേക്കുക. അപ്പോൾ ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് സ്പൂൺ വെച്ച് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കുക. ചിക്കൻ പൊടിയാതെ നോക്കണം. അപ്പോൾ ഇവിടെ കുറച്ച് വെള്ളമൊക്കെ വറ്റി നമ്മൾ തേങ്ങാപ്പാലിൽ ആ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയമാകുമ്പോഴേക്കും നമുക്ക് ഒന്ന് തീ കുറയ്ക്കാവുന്നതാണ്. മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റാം. അപ്പോൾ കുറേയൊക്കെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു പരുവായി വരുമ്പോഴേക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിർബന്ധമൊന്നുമില്ല. പിന്നെ ചിക്കൻ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും ഈ ടൊമാറ്റോ സോസിൻ്റെ. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് നമുക്ക് ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ചിക്കനൊക്കെ ഇപ്പോൾ തന്നെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവായി വന്നിട്ടുണ്ട്. ഒരു 2-3 മിനിറ്റും കൂടെ കഴിയുമ്പോൾ തന്നെ നല്ലൊരു കളറായിട്ട് കിട്ടും. അതുവരെ സ്പൂൺ വെച്ച് പയ്യെ നമ്മളുടെ ചിക്കനൊന്ന് പൊടിയാതെ ഇതുപോലെ ഇളക്കി കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് തട്ടി കൊടുക്കുക. കാരണം ഇപ്പോൾ നന്നായിട്ട് തന്നെ അരപ്പൊക്കെ നമ്മുടെ ചിക്കനിൽ നന്നായിട്ട് പിടിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകണ്ട. അപ്പോൾ പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ഓക്കേ.